പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാല്യൂ ആഡഡ് കോഴ്സസ് BA ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആരതാണ് 3rd സെമസ്റ്റർ FIGP അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ വാല്യൂ ആഡഡ് കോഴ്സ് 3ാമത്തെ സെമസ്റ്ററിൽ അവർ പഠിക്കുന്നു. അപ്പോൾ അതിലെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലാണ് ഏതാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ പേര് മുഴുവനായിട്ട് വരുന്നത് ഫ്രെയിമിംഗ് വാല്യൂസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ നറേറ്റീവ്സ് ഫോർ ലാംഗ്വേജസ് ENG3FV 108 1A ENG3FV 108 എന്നീ കോഡുകളിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ഡെമോക്രാറ്റിക് വാല്യൂസ് ത്രൂ ലിറ്ററേച്ചർ. അപ്പോൾ ലിറ്ററേച്ചറുള്ള ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു തരുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ, നമുക്കൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് അതിലൂടെ തരുന്നത്. വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും അതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസിന് നമ്മൾ കൊടുക്കും ഒരു ഡെഫിനിഷൻ. Democracy means rule by the people, ensuring quality, freedom, justice, human rights and participation. അല്ലേ, അതേപോലെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഇൻക്ലൂഡ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ടോളറൻസ്, പ്ലൂറലിസം, റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ഡിഗ്നിറ്റി. അപ്പോൾ ഒന്നാമത്തെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഡെമോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂൾ ബൈ ദ പീപ്പിൾ അല്ലേ, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെ എല്ലാം ഹ്യൂമൻ റൈറ്റ്സും എല്ലാം തുല്യമായ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻസോട് കൂടിയിട്ട്. ഇനി ഡെമോക്രാറ്റിക് വാല്യൂസ് ഉൾപ്പെടുത്തിയ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ടോളറൻസ്, പ്ലൂറലിസം ആൻഡ് റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായിട്ടൊരു ജനാധിപത്യ മൂല്യമുള്ള രാജ്യത്ത് ലഭിക്കുന്നതാണ് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ അതിൻ്റെ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ചാപ്റ്റർ ഇൻ യുവർ സെമസ്റ്റർ ലിറ്ററേച്ചർ ആസ് എ മിറർ ഓഫ് സൊസൈറ്റി. നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം അല്ലേ, ഒരു സമൂഹത്തിൻ്റെ ഒരു നേരെ പിടിച്ചു വച്ചിരിക്കുന്ന കണ്ണാടി പോലെയാണ് നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ റിഫ്ലക്ട്സ് സോഷ്യൽ റിയാലിറ്റീസ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. ഇറ്റ് ഓഫൺ ചലഞ്ചസ് ഓപ്രഷൻ ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ് അല്ലേ. ലിറ്ററേച്ചർ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സാമൂഹ്യ പരിതസ്ഥിതിയുടെ അവസ്ഥകളെക്കുറിച്ച് കാണിച്ചു തരുന്നുണ്ട്. അത് ഒരു സമയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചില ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയും വരാറുണ്ട്. സം ഓഫ് ദ റൈറ്റേഴ്സ് നമുക്കതിനുള്ള ഉദാഹരണങ്ങളാണ്. റൈറ്റേഴ്സ് യൂസ് സ്റ്റോറീസ്, പോയംസ്, പ്ലേസ്, വോയിസ് ദ കൺസേൺസ് ഓഫ് മാർജിനലൈസ്ഡ്, പ്രൊമോട്ട് റിഫോം. എല്ലാ എഴുത്തുകാരും കഥയായാലും കവിതയായാലും നാടകമായാലും എന്തോ ആയാലും അവരൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ റൈറ്റിങ്സ് എഴുതിയിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾ സാഹിത്യത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ലിബർട്ടി, ഇൻഷുറിങ് ക്വാളിറ്റി, ഫ്രീഡം, ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. മൂന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ ആസ് എ ടൂൾ ടു പ്രൊമോട്ട് ഡെമോക്രസി ത്രൂ ക്യാരക്ടേഴ്സ്, conflicts, narratives. Literature encourages empathy and moral reasoning, critical thinking about power and injustice, awareness of social and political responsibilities. But democracy through characters. അപ്പോൾ താൻ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ ഒരു ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കോൺഫ്ലിക്ട്സിനെ കുറിച്ചും അല്ലെ ആ ഒരു നറേറ്റീവിലൂടെ കറക്റ്റായിട്ട് ലിറ്ററേച്ചർ നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് ചില സ്റ്റോറീസൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാവും. ആൻഡ് എംപതി ആൻഡ് മോറൽ റീസണിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് അബൌട്ട് പവർ ആൻഡ് ഇൻജസ്റ്റിസ്, അവയർനെസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റീസ്. രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായിട്ടുമുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചില കഥകളിലെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നോക്കുന്ന സമയത്ത് ലിറ്ററേച്ചർ ഒരു ടൂളായിട്ട് നമുക്ക് കാണാം ഈ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത് തരത്തിലേക്ക്. ആൻഡ് തീംസ് ഇൻ ഡെമോക്രാറ്റിക് ലിറ്ററേച്ചർ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് തോട്ട്. എക്സാമ്പിൾ ഓർവെൽസിന്റെ 1984 സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് അല്ലെ, അതൊരു എക്സാമ്പിളാണ്.
അതിൻ്റെ എക്സാമ്പിൾസ് ഓഫ് ഹാർപ്പർ ലീസ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്, ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മായ ആഞ്ചലോസിൻ്റെ പോയട്രി ദളിത് ലിറ്ററേച്ചറിൽ വരുന്ന. പിന്നെ റെസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റൈറ്റിംഗ്സ് ഒക്കെ ഇതിന് ഉദാഹരണമായിട്ട് മാറും. കാരണം തീംസ് ഇൻ ഡെമോക്രാറ്റിക് ലിറ്ററേച്ചറിൽ അവർ എഴുതുന്ന തീമുകൾ ജനാധിപത്യ മൂല്യങ്ങളുമായിട്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ആൻഡ് ത്രൂ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അല്ലെ, നമുക്ക് നമ്മളെ രാജ്യത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ, നമ്മളാ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, എക്സാമ്പിൾ ടാഗോർ, ഗാന്ധി, പ്രേംചന്ദ്, ഇവരൊക്കെ എന്താ ചെയ്തത്? ദേ വർ പ്രൊമോട്ടഡ് നാഷണൽ യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി അല്ലെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഒരു സോഷ്യൽ ഇക്വാലിറ്റീനെ കുറിച്ചുമൊക്കെ വളരെ ഗംഭീരമായിട്ട് എഴുതി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ലിറ്ററേച്ചർ ഓഫൺ ഹൈലൈറ്റ്സ് കറപ്ഷൻ അല്ലെ, അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് കറപ്ഷനെ കുറിച്ച് അല്ലെ, അഴിമതി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇഷ്യൂസ് അല്ലെ, അതേപോലെ കമ്മ്യൂണലിസം. ആൻഡ് റൈറ്റേഴ്സ് ലൈക്ക് അരുന്ധതി റോയ്, റോഹിൻടൺ മിസ്ട്രി, മഹാശ്വേത ദേവി ആൻഡ് അതർ എക്സ്പ്ലോസ് ഡെമോക്രസീസ് സ്ട്രെങ്ത് ആൻഡ് ഫെയിലിയേഴ്സ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു ശക്തി എന്താണെന്നും അതിൻ്റെ ഒരു ഫെയിലിയേഴ്സ് അല്ലെ, അതിൻ്റെ ഒരു പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയുള്ളത് അവരവരുടെ എഴുത്തുകളിലൊക്കെ കാണാൻ കഴിയും. അതിലെ ഫേമസ് ആയിട്ടുള്ള 3 പേരാണ് അരുന്ധതി റോയും റോഹിൻടൺ മിസ്രിയും ഒക്കെ, മഹാശ്വേത ദേവിയും ഒക്കെ. അപ്പോൾ ഇവരെയൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ എക്സാമിൽ എഴുതുന്ന സമയത്ത് ടാഗോറും ഗാന്ധിയും പ്രേംചന്ദും അതേപോലെ അരുന്ധതി റോയും റോഹിൻടൺ മിസ്രി ഇവരൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം. ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഓർവെലിന് ഓർമ്മയുണ്ടാവണം അല്ലെ, ഹാർപ്പർ ലീന. ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻസ് വിട്ട് മായ ആഞ്ചലോസിന്റെ പോയട്രി, ദളിത് ലിറ്ററേച്ചേഴ്സ് അല്ലെ, റെസിസ്റ്റൻസ് പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചർ, ഇതൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. 6ാമത്തെ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ എ ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് ജനാധിപത്യ മൂല്യങ്ങളെ പഠനമായിട്ട് ഒരു ലിറ്ററേച്ചർ വരുന്നത്? ലിറ്ററേച്ചർ എഡ്യൂക്കേറ്റ് സിറ്റിസൺസ് അബൌട്ട് ദിയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലേ, നമുക്ക് കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എൻകറേജസ് ഡയലോഗ്, ഡൈവേഴ്സിറ്റി ആൻഡ് എത്തിക്കൽ അവയർനെസ്. ഡയലോഗുകളുടെയും ഡൈവേഴ്സിറ്റി അല്ലെ, നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ ആ കഥകളിലൂടെയൊക്കെ കഴിയും. ആൻഡ് പ്രൊമോട്ട് ടോളറൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടികൾച്ചറൽ സൊസൈറ്റീസ് അല്ലെ, ഭയങ്കരമായിട്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു സമൂഹത്തെ കുറിച്ചൊക്കെ നമുക്ക് ആ ടോളറൻസ് അല്ലെ, ക്ഷമയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ മൂല്യങ്ങളൊക്കെ നമുക്ക് ലിറ്ററേച്ചറിൽ സാധ്യമാകുന്നുണ്ട്. സോ ദിസ് ഇസ് ദി ഇൻട്രൊഡക്ഷൻസ് അബൌട്ട് ദ ഇന്ത്യൻ ഡെമോക്രാറ്റിക് വാല്യൂസ് ടു ദ ലിറ്ററേച്ചർ അല്ലെ. ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് പറയാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻസ് ആയിട്ട്. ജസ്റ്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക, അതേപോലെ നല്ല രീതിയിൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോസ് ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേരിന് തൊട്ട് താഴെ തന്നെ നിങ്ങളുടെ ആ ഒരു ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ട്സും